ഹലോ എല്ലാവർക്കും നമസ്കാരം. ഡാനിൽ പെരേരയാണ്. ക്രിട്ടിക്കൽ സ്കില്ലിലുള്ള ജോലികളുടെ ലിസ്റ്റ് അനലൈസ് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. ആദ്യം ചെയ്ത വീഡിയോയിൽ നമ്മൾ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജോലികൾ, ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ജോലികളുടെയും ഒരു ലിസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ആ ജോലിയിൽ ആ ലിസ്റ്റ്, അതായത് ക്രിട്ടിക്കൽ സ്കില്ലിൽ വരുന്ന ഹെൽത്ത് കെയറിൻ്റെ ജോലികൾ, അതിൽ ആ ജോലിയിലുള്ള ആളുകൾക്ക് അയർലൻഡിൽ ക്രിട്ടിക്കൽ സ്കില്ലിൽ ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഇത്തവണ നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ടിയും എൻജിനീയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ജോലികളുടെ ലിസ്റ്റാണ് ഈ വീഡിയോയിൽ ഞാനിന്ന് അനലൈസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ വായിക്കാനായിട്ട് പോകുന്നത്. ഈ ലിസ്റ്റിൽ ഞാൻ പറയുന്ന എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് നമ്മുടെ enterprise.gov.ie എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഐറിഷ് ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റാണ്. അതിനകത്ത് കയറി നിങ്ങൾക്ക് ഡബിൾ ചെക്ക് ചെയ്യാവുന്നതാണ്. എനിവേ നമുക്ക് ലിസ്റ്റിലേക്ക് കടക്കാം. അതിനു മുന്നേ ഒരു ചെറിയൊരു കുഞ്ഞു കഥ കൂടെ പറഞ്ഞിട്ട് നമുക്കൊന്ന് പോകാം. അതായത് പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഒരു പ്രചാരത്തിലുണ്ടായിരുന്നൊരു കഥയാണ്. അതായത് ഒരു നാട്ടിലൊരാളൊരു കപ്പലണ്ടി കച്ചവടം തുടങ്ങി. അയാൾക്ക് നല്ല കാശുണ്ടായി. ഇത് കണ്ടപ്പോൾ ആ നാട്ടിലുള്ള എല്ലാവരും കപ്പലണ്ടി കച്ചവടം തുടങ്ങി. അവസാനം കപ്പലണ്ടി മേടിക്കാൻ ആളില്ലാതെയായി. കപ്പലണ്ടി കച്ചവടക്കാർ മാത്രമുള്ള നാടായിട്ട് മാറി. ആർക്കും പൈസ കിട്ടാതെയായി. ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ അയർലൻഡിൽ ഐ ടി ഫീൽഡിലുള്ള ജോലികളുടെ അവസ്ഥയെന്ന് പറയുന്നത്. കാരണം അയർലൻഡിൽ ഐ ടി ഫീൽഡിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റികളുണ്ടായിരുന്നു. ഓപ്പർച്യൂണിറ്റികൾ തിരിച്ചറിഞ്ഞപ്പോൾ ഒരുപാട് ഐ ടിയിലുള്ള ആളുകൾ നമ്മുടെ കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എല്ലാ ആളുകൾ, അപ്പോൾ അത് പോരാഞ്ഞിട്ട് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും എല്ലായിടത്തു നിന്നും ഐ ടി ഫീൽഡിലുള്ള ആളുകളെല്ലാം വന്ന് അയർലൻഡിലേക്ക് കുടിയേറി തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ നമുക്ക് ജോലിക്ക് ഒരല്പം കോമ്പറ്റീഷൻ കൂടി ജോലിയൊക്കെ കിട്ടുക വലിയ ടഫായിട്ട് മാറിയിട്ടുണ്ട്. പോരാത്തതിന് ഇവിടുത്തെ ജോബിൻ്റെ ഒരു മാന്ദ്യമുണ്ട്. നമ്മുടെ ജോബ് മാർക്കറ്റിൽ ഒരു ചെറിയൊരു ഹയറിങ്ങിന് ചെറുതായിട്ടൊരു തടസ്സം വന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ നിലവിലുണ്ട്. ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ വീഡിയോ നിങ്ങൾ കാണാനായിട്ട്. ഞാൻ ഈ ലിസ്റ്റിൽ പറയുന്ന ജോലികൾക്കെല്ലാം നിങ്ങൾക്ക് ഇവിടെ ഓപ്പർച്യൂണിറ്റി ഉള്ളതാണ്. പക്ഷേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് 100% ജോലി കിട്ടാനുള്ള ഗ്യാരണ്ടി ഒന്നും പറഞ്ഞിട്ടല്ല ഞാൻ ഈ വീഡിയോ തുടങ്ങാനായിട്ട് പോകുന്നത്. ഓക്കെ, എല്ലാം നിങ്ങളുടെ കഴിവും നിങ്ങളുടെ അധ്വാനവും നിങ്ങളുടെ ലക്കും പോലെ ഇരിക്കും എന്നേ ഞാൻ പറയുള്ളൂ. അത് നമുക്ക് ലിസ്റ്റിലേക്ക് കടക്കാം. ഇത് എന്തൊക്കെയാണ് ഈ ലിസ്റ്റ്, ക്രിട്ടിക്കൽ സ്കില്ലിൽ വരുന്ന എൻജിനീയറിംഗ് ഐ ടി ജോലികൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യം എൻജിനീയറിംഗ് പ്രൊഫഷണൽസിനുള്ള എന്തൊക്കെയാണ് ക്രിട്ടിക്കൽ സ്കില്ലിൽ വരുന്ന ജോലികളെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ആ ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സിവിൽ എൻജിനീയേഴ്സിനെയാണ്. സിവിൽ എൻജിനീയേഴ്സിന് ചാൻസ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ സ്ട്രക്ചറൽ എൻജിനീയേഴ്സ് ആൻഡ് സൈറ്റ് എൻജിനീയേഴ്സ് അവരും ക്രിട്ടിക്കൽ സ്കില്ലിൽ വരുന്നതാണ്. പിന്നെ ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുള്ള ആളുകളാണ് മെക്കാനിക്കൽ എൻജിനീയേഴ്സിനും ഇവിടെ അയർലൻഡിൽ ചാൻസ് ഉണ്ട്. പിന്നെ ഇലക്ട്രിക്കൽ എൻജിനീയേഴ്സിൻ്റെ ജോലിയും ക്രിട്ടിക്കൽ സ്കില്ലിൽ വരുന്നതാണ്. പിന്നെ ഇലക്ട്രോണിക് എൻജിനീയേഴ്സ്, അത് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഫീൽഡുകൾ അവർ പറഞ്ഞിട്ടുണ്ട്. അത് ഇലക്ട്രോണിക് എൻജിനീയേഴ്സിൽ ഏതൊക്കെ ഫീൽഡിൽ സ്പെഷ്യലൈസ് ചെയ്തവർക്കാണ് ജോലി കിട്ടുക എന്നുള്ളതും കൂടെ അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതായത് ഒന്ന് ചിപ്പ് ഡിസൈൻ ചെയ്യുന്നവർ, പിന്നെ ടെസ്റ്റ് എൻജിനീയറിംഗ് ഓർ ആപ്ലിക്കേഷൻ എൻജിനീയറിംഗ് ഓർ പ്രോസസ് ഓട്ടോമേഷൻ എൻജിനീയറിംഗ് ഓർ പവർ ജനറേഷൻ, ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓർ റിലേറ്റഡ് ആൻഡ് റെലവൻറ്റ് സ്പെഷ്യലിസ്റ്റ് സ്കിൽസ്, ക്വാളിഫിക്കേഷൻസ് ഓർ എക്സ്പീരിയൻസ്. അതായത് റിലേറ്റഡ് ആൻഡ് റെലവൻറ്റ് സ്പെഷ്യൽ, അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ നേരത്തെ പറഞ്ഞ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ക്വാളിഫിക്കേഷൻസിനും എക്സ്പീരിയൻസിനും നമുക്കിവിടെ ക്രിട്ടിക്കൽ സ്കില്ലിൽ ജോലി കിട്ടുന്നതാണ്. പിന്നെ അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത് ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ് എൻജിനീയേഴ്സ് സ്പെഷ്യലൈസിങ് ഇൻ ക്വാളിറ്റി കൺട്രോൾ. ഇതൊന്നും ഞാൻ ഈ ജോലിയൊക്കെ എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരത്തില്ല. കാരണം ഈ ജോലി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. നിങ്ങൾ ആ ഫീൽഡിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ജോലികൾ എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നില്ല. ഉദ്ദേശിച്ചാലും എനിക്ക് കൃത്യമായിട്ട് എല്ലാത്തിനെക്കുറിച്ച് ഒരു അറിവില്ലാത്തത് കൊണ്ട് ഞാനത് പറയാനും നിൽക്കുന്നില്ല. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ട് നിങ്ങളുടെ ഫീൽഡാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാം. ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ് എൻജിനീയേഴ്സ് സ്പെഷ്യലൈസിങ് ഇൻ ക്വാളിറ്റി കൺട്രോൾ ഓർ വാലിഡേഷൻ ആൻഡ് റെഗുലേഷൻ എൻജിനീയറിംഗ്. അതായത് ഹൈടെക് ഇൻഡസ്ട്രി, ഫുഡ് ആൻഡ് ബിവറേജസ്. അതല്ലെങ്കിൽ ചിപ്പ് ഡിസൈൻ, ടെസ്റ്റ് എൻജിനീയറിംഗ് ഓർ ആപ്ലിക്കേഷൻ എൻജിനീയറിംഗ് ഓർ പ്രോസസ് ഓട്ടോമേഷൻ എൻജിനീയറിംഗ് ഓർ പവർ ജനറേഷൻ, ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓർ റിലേറ്റഡ് ആൻഡ് റെലവൻറ്റ് സ്പെഷ്യലിസ്റ്റ് സ്കിൽസ്, ക്വാളിഫിക്കേഷൻസ് ഓർ എക്സ്പീരിയൻസസ്. ഇതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ
പ്രൊഡക്ഷൻ ആൻഡ് പ്രോസസ് എഞ്ചിനീയേഴ്സ് സ്പെഷ്യലൈസിങ് ഇൻ, വീണ്ടും അതേ ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. ക്വാളിറ്റി കൺട്രോൾ, വാലിഡേഷൻ, റെഗുലേഷൻ എഞ്ചിനീയറിംഗ്, കെമിക്കൽ പ്രോസസ് എഞ്ചിനീയറിംഗ് ഓർ പ്രോസസ് ഓട്ടോമേഷൻ എഞ്ചിനീയറിംഗ് ഓർ പവർ ജനറേഷൻ, ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഇതൊക്കെയാണ്. പിന്നെ കെമിക്കൽ എഞ്ചിനീയേഴ്സ്, കെമിക്കൽ എഞ്ചിനീയറിന് ചാൻസ് ഉണ്ട്. പിന്നെ അതിൽ മെറ്റീരിയൽ സയൻറ്റിസ്റ്റ്, സെറ്റിംഗ് ഔട്ട് എഞ്ചിനീയർ, ഫസാഡ് എഞ്ചിനീയർ, ഫസാഡ് എന്നാണോ വായിക്കുക, അത് FACADE, അത് ഫക്കാഡാണോ, അങ്ങനെയൊന്നും വരില്ലല്ലേ, FACADE ഫസാഡാവാം, എനിക്കറിയത്തില്ല. അങ്ങനത്തെ ഫീൽഡാണെങ്കിൽ അവർക്കും ഉണ്ട്. പിന്നെ പ്രോജക്റ്റ് എഞ്ചിനീയേഴ്സിനുണ്ട്. സോ ഇതാണ് എൻജിനീയറിംഗ് ഫീൽഡിൽ വരുന്നത്. പിന്നെ ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ പ്രൊഫഷണൽസ്, നമ്മുടെ ഐ ടിയിലുള്ള ആളുകൾക്ക് അതിലെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതെന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? IT സ്പെഷ്യലിസ്റ്റ് മാനേജേഴ്സ്, BIM മാനേജർ അറിയത്തില്ല എന്താണെന്ന്. സോ IT പ്രോജക്റ്റ് ആൻഡ് പ്രോഗ്രാം മാനേജേഴ്സ് ഉണ്ട്, അവരുടെതെല്ലാം ക്രിട്ടിക്കൽ സ്കില്ലിൽ വരുന്നതാണ്. പിന്നെ IT ബിസിനസ് അനലിസ്റ്റ്, ആർക്കിടെക്ട്സ് ആൻഡ് സിസ്റ്റം ഡിസൈനേഴ്സ്, ബിസിനസ് അനലിസ്റ്റുകൾ, അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്ന ആളുകളെല്ലാം ബിസിനസ് അനലിസ്റ്റ് ഫീൽഡിൽ നിന്നാണ് വരുന്നത്. പിന്നെ ഈ സൈബർ സെക്യൂരിറ്റി അങ്ങനെയുള്ള ഫീൽഡുകളിൽ നിന്നൊക്കെയാണ് കൂടുതൽ ആൾക്കാർ ഇവിടെ വന്ന് ജോലി കണ്ടെത്തുന്നത്. സോ ഇതിനൊക്കെ ഇവിടെ ക്രിട്ടിക്കൽ സ്കില്ലിൽ വരുന്നതാണ്. പിന്നെ പ്രോഗ്രാമേഴ്സ് ആൻഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് പ്രൊഫഷണൽസ്, അതായത് പ്രോഗ്രാമേഴ്സിന് അതെന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമായിരിക്കും. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് പ്രൊഫഷണൽസും അവർക്കുമെല്ലാം ഇവിടെ ക്രിട്ടിക്കൽ സ്കില്ലിൽ വരുന്ന ജോലിയാണിത്. പിന്നെ വെബ് ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രൊഫഷണൽസ്, വെബ് ഡിസൈൻ ചെയ്യുന്ന ആൾക്കാർക്കും അത് ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്കും ജോലി ഇവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പിന്നെ ഓൾ അതർ ICT പ്രൊഫഷണൽ, അതായത് ഓൾ അതർ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി പ്രൊഫഷണൽസ് നോട്ട് എൽസ്വെയർ ക്ലാസിഫൈഡ്, അതായത് ബാക്കിയുള്ള IT ഫീൽഡിൽ വരുന്ന മറ്റെല്ലാ ജോലികൾക്കും, അതായത് നമ്മുടെ ഈ ഇനെലിജിബിൾ ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് ഉണ്ട് അയർലൻഡിൽ. അതായത് നിങ്ങളുടെ ജോലി അയർലൻഡിൽ വിസ കിട്ടാൻ സാധ്യതയില്ലാത്ത ജോലിയിൽ വരുന്നതാണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഒരു ഓപ്ഷനുണ്ട്. സോ ആ ലിസ്റ്റിൽ വരാത്ത എല്ലാ IT ജോലികൾക്കും ഇവിടെ ക്രിട്ടിക്കൽ സ്കില്ലിൽ നിങ്ങൾക്ക് ജോലി കിട്ടുന്നതാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതെല്ലാം അവരെടുത്ത് പറഞ്ഞിട്ടില്ല. IT ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇനെലിജിബിൾ ലിസ്റ്റിൽ വരാത്ത എല്ലാ ജോലികൾക്കും നിങ്ങൾക്ക് ക്രിട്ടിക്കൽ സ്കില്ല് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. സോ ക്രിട്ടിക്കൽ സ്കില്ല് കിട്ടാനായിട്ടുള്ള നമ്മുടെ ഇപ്പോൾ ഒരു മിനിമം റിക്വയർമെൻ്റ് എന്ന് പറയുന്നത്, ഒന്ന്, ഇത് ക്രിട്ടിക്കൽ സ്കില്ല് ലിസ്റ്റിൽ വരണം. 2, നിങ്ങൾക്ക് 38,000 യൂറോ പെർ ഇയർ നിങ്ങൾക്ക് സാലറി കിട്ടിയിരിക്കണം. ഇത് രണ്ടും മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രിട്ടിക്കൽ സ്കില്ലിൽ അയർലൻഡിൽ ജോലി കിട്ടുന്നതായിരിക്കും. സോ ഇതൊക്കെയാണ് ഈ ക്രിട്ടിക്കൽ സ്കിൽ എഞ്ചിനീയേഴ്സിനും IT പ്രൊഫഷണൽസിനും വേണ്ടിയിട്ടുള്ള ഈ ജോലിയുടെ ലിസ്റ്റ് എന്ന് പറയുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊന്നും അത്ര ഈസി ആയിട്ട് നമുക്ക് കിട്ടാവുന്ന ജോലികളൊന്നുമല്ല. ഇതൊക്കെ വളരെ ടഫ് കോമ്പറ്റീഷനുള്ള ഫീൽഡാണ്. ഹെൽത്ത് കെയർ ഫീൽഡ് പോലെയല്ല. ഹെൽത്ത് കെയറിനെ കുറിച്ചുള്ള എൻ്റെ വീഡിയോസ് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏതൊക്കെ ജോലികൾക്കാണ് നിങ്ങൾക്ക് ജോലി കിട്ടാൻ, ഇവിടെ ഈസി ആയിട്ട് ജോലി കിട്ടാൻ സാധ്യതയുള്ളതെന്നുള്ള ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് കണ്ടിട്ടില്ലാത്തവർക്ക് നമ്മുടെ വീഡിയോ ഒന്ന് പുറകിലോട്ട് പോയി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, ചാനലിലെ വീഡിയോ ഒന്ന് പുറകിലോട്ട് പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ചുള്ളൊരു വിവരം കിട്ടും. സോ ഹെൽത്ത് കെയർ ഫീൽഡിൽ നമുക്ക് ചുമ്മാ ഈസി ആയിട്ട് ജോലി കിട്ടാവുന്നതാണ്. ഇപ്പം നേഴ്സുമാർക്കും ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റുമാർക്കും പ്രത്യേകിച്ച് അവർക്ക് വളരെ ഈസി ആയിട്ട് ജോലിക്ക് കയറാൻ പറ്റുന്ന ഒരു സാഹചര്യം അയർലൻഡിലുണ്ട്. പക്ഷേ അതുപോലെയല്ല IT ഫീൽഡ് എന്ന് പറയുന്നത്. IT ഫീൽഡ് ടഫ് കോമ്പറ്റീഷനാണ്. പക്ഷേ ഈ ഹെൽത്ത് കെയർ ഫീൽഡിൽ നമുക്ക് ഒരുപാട് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഒരുപാട് കടമ്പകളും എക്സാമുകളും കഴിഞ്ഞ് നമുക്ക് ജോലി കിട്ടുള്ളൂ. പക്ഷേ IT ഫീൽഡിന് അങ്ങനെ എക്സാം ഒന്നുമില്ല. നമുക്ക് ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് ഇൻ്റർവ്യൂവിൽ നമ്മളെ പ്രൂവ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ജോലി കയറാം. IELTS പോലുള്ള ഒരു എക്സാമിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഇൻ്റർവ്യൂവിൽ നമ്മളെ പ്രൂവ് ചെയ്താൽ ഷുവർ ആയിട്ട് നമുക്ക് ജോലി കയറാൻ പറ്റും. സോ അതാണ് ITയുടെ ഒരു ഗുണമെന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ കോമ്പറ്റീഷൻ ഒക്കെ നമ്മൾ മനസ്സിൽ വെക്കുക. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ ലിസ്റ്റ് ഞാൻ വായിച്ച് തന്നിട്ട് പോയതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. സോ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയുന്നു, enterprise.gov.ie എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് ഇതിൻ്റെ വിവരങ്ങളെല്ലാം എടുക്കാവുന്നതാണ്. പിന്നെ അതിനോടൊപ്പം തന്നെ ആ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് ഇനെലിജിബിൾ ജോലികൾ, ആ ലിസ്റ്റിൽ വരുന്ന ജോലികളുടെയും നിങ്ങൾക്കൊന്ന് നോക്കാം. അതായത് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ജോലി ഇനെലിജിബിൾ ലിസ്റ്റിലുള്ളതാണോ അല്ലയോ എന്നുള്ളത് എപ്പോഴും നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും.
പിന്നെ IT പ്രൊഫഷണൽസിന് നാട്ടിൽ നിന്ന് കയറി വരിക എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് പലപ്പോഴും ബുദ്ധിമുട്ടാണ്. അത് എല്ലാ കമ്പനികളും നാട്ടിൽ നിന്ന് ഹയർ ചെയ്യാറില്ല. വളരെ വലിയ വലിയ കമ്പനികൾ നല്ല നല്ല പേ കൊടുക്കുന്ന എന്തെങ്കിലും വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഇതിന് മാത്രമേ നാട്ടിൽ നിന്ന് ആളുകളെയൊക്കെ കൊണ്ടുവരാറുള്ളൂ. പോരാത്തതിന് കൂടുതലത് ഓൺ സൈറ്റ് ആയിരിക്കും. അതായത് ഇപ്പോൾ നാട്ടിൽ അവർ ഇതേ കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന ടീമുകളെ ചിലപ്പോൾ അവർ നാട്ടിൽ നിന്ന് അയർലൻഡിലേക്കോ അമേരിക്കയിലേക്കോ കൊണ്ടുപോകുന്ന കഥയൊക്കെ നമ്മൾ നാട്ടിൽ കേട്ടിട്ടുണ്ടാകും. സോ അങ്ങനെയുള്ള ഇതിലുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ മാത്രമേ നമുക്കിവിടെ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ഡയറക്റ്റ് നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്ത് കയറി വരിക എന്ന് പറയുന്നത് ഒരല്പം ടഫായിട്ടുള്ള കാര്യമാണ്. ബട്ട് ഇമ്പോസിബിൾ ആണെന്ന് ഞാൻ പറയത്തില്ല. ബട്ട് നിങ്ങളുടെ ലക്ക് പോലെ ഇരിക്കും എല്ലാ കാര്യങ്ങളും. സോ അതൊക്കെ നോക്കുക. പിന്നെ കൂടുതലും നമുക്കിവിടെ ഇങ്ങനെ IT ജോലികൾ കിട്ടാൻ സാധ്യതയെന്ന് പറയുന്നത് അതിനുള്ള നമ്മൾക്ക് ചാൻസ് കൂടുന്നത് നമ്മളെപ്പോഴും അയർലൻഡിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. കാരണം നമുക്ക് നാട്ടിൽ പോയി അവർക്ക് ആളുകളെ ഹയർ ചെയ്യുന്നതിനേക്കാൾ എളുപ്പമെന്ന് പറയുന്നത് ഇവിടെയുള്ള മാർക്കറ്റിലുള്ള ആളുകൾക്ക് ജോലി കൊടുക്കുക എന്നുള്ളതാണ്. കാരണം അതിന് എക്സ്പെൻസ് കുറവാണ്. നാട്ടിൽ നിന്ന് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഒരുപാട് എക്സ്പെൻസ് ഉണ്ട്. സോ അത് വെച്ച് നോക്കുമ്പോഴാണ് ആളുകൾ ഇവിടെ കൂടുതലും അയർലൻഡിൽ തന്നെ ഈ അയർലൻഡിലുള്ള ആളുകൾക്ക് തന്നെ ജോലി കൊടുക്കാൻ കമ്പനികൾ ശ്രമിക്കുന്നത്. സോ നാട്ടിൽ നിന്ന് ഉള്ളവർക്ക് ഇവിടെ സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ വന്നാലോ അല്ലെങ്കിൽ സ്പൗസ് വിസയിൽ വന്നാലോ ഒക്കെ മാത്രമാണ് കൂടുതലും ചാൻസ് ഉള്ളത്. സോ ദാറ്റ്സ് ഓൾ. ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ നമുക്ക് പറയാനായിട്ട്. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ താഴെ കമൻറ്റിൽ എഴുതി അറിയിക്കുക. കൂടുതൽ വിവരങ്ങളുള്ള വീഡിയോകളുമായിട്ട് വ്ളോഗുകളായിട്ടും ഒക്കെ നമ്മൾ വീണ്ടും വന്നേക്കാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ബൈ.